ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റീൻസ് വ്ലോഗ്സ്. ഞങ്ങൾ എല്ലാ വർഷവും ഗ്ലോബൽ വില്ലേജിൽ ഒന്നിൽ കൂടുതൽ തവണ പോവാറുണ്ട്. ഒരു തവണ കൊണ്ടൊന്നും നമുക്ക് ഗ്ലോബൽ വില്ലേജ് ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി ഈ ചാനലിൽ തന്നെ പണ്ട് പോയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ ഗ്ലോബൽ വില്ലേജ് പോയപ്പോൾ ഒരു പ്രത്യേകത ഉള്ളത്, എൻ്റെ ഒരു കസിൻ ബ്രദറും അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ കസിൻ ബ്രദറും ആയിട്ടാണ് ഞങ്ങൾ പോയത്. ഇത്ര നാൾ ഗ്ലോബൽ വില്ലേജിൽ വന്നിട്ടും ഈ ക്ലൗൺ ഷോ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എല്ലാ വർഷവും ഗ്ലോബൽ വില്ലേജ് ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ് ഉണ്ടാവാറ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവും. ഇവിടെയുള്ള എല്ലാ പവലിയനിലും ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് പവലിയൻസിൽ മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. 4 മണിക്കാണ് ഗ്ലോബൽ വില്ലേജ് ഓപ്പൺ ആവുന്നത്. 4 മണി തൊട്ടിട്ട് ഒരു 11 മണി വരെ നിന്നാൽ പോലും നമുക്ക് എല്ലാ പവലിയനും അതുപോലെ ഗ്ലോബൽ വില്ലേജിൻ്റെ മുക്കും മൂലയും കവർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇത്തവണ ആദ്യമായിട്ട് ഗ്ലോബൽ വില്ലേജിൽ കണ്ട ഒരു സംഭവമായിരുന്നു ഈ ഒരു ഹിമക്കരടികളുടെ ഡാൻസ്. ഈ ആളുകൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ട് ഡാൻസ് ഒക്കെ ചെയ്യുന്നതെന്ന് ആലോചിച്ചു പോകും. അവർ വളരെ നല്ല രീതിയിൽ അവിടെ തടിച്ചുകൂടിയ ജനങ്ങളെയൊക്കെ എൻ്റർടൈൻ ചെയ്തു. എല്ലാവരുടെ അടുത്ത് വന്ന് അവരുടെ കൂടെ സെൽഫി എടുക്കാനും എല്ലാത്തിനും അവർ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന സാന്താക്ലോസിൻ്റെയും എൽഫ്സിൻ്റെയും കൂടെ ഉള്ള ഒരു ഷോ, ഒരുപാട് ഡാൻസും പെർഫോമൻസും അതിൻ്റെ കൂടെ തന്നെയുള്ള ഒരു ഓഡിയൻസിനോടുള്ള ഇൻട്രാക്ഷനും എല്ലാം കൂടി ഞങ്ങൾ അങ്ങനെ നോക്കി അവിടെ തന്നെ കുറേ നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. ഈ ഒരു ഷോയും ഞാൻ ആദ്യമായിട്ടായിരുന്നു ഗ്ലോബൽ വില്ലേജ് കാണുന്നത്. ഈ ഒരു ക്രിസ്മസ് ട്രീയുടെ ചുറ്റും നിന്ന് ആൾക്കാർ സെൽഫി എടുക്കുന്നതല്ലാതെ ഇങ്ങനെ ഒരു ഷോ ഇതുവരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കുറേ നേരം ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത് അവരുടെ ഇൻട്രാക്ഷൻ എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ നിന്ന് മാറിയത്. മെയിൻ സ്റ്റേജിൽ കണ്ട സ്കേറി ഹൗസ് ഷോയും അതുപോലെ തന്നെ സ്റ്റണ്ട് ഷോയും ഞാൻ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
സമയം കളഞ്ഞത് കാരണം ഗ്ലോബൽ വില്ലേജിന്റെ മുക്കും മൂലയും ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പവലിയനകത്തൊന്നും കയറിയിട്ട് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ വീക്കെൻഡിലാണ് പോവാറ്. അപ്പോൾ സാറ്റർഡേ ഒക്കെ പോകുമ്പോൾ നല്ല റഷായിട്ടുള്ള ദിവസങ്ങളാണ്. ഞങ്ങളെപ്പോഴും പോകുമ്പോൾ കയറാറുള്ള മെയിനായിട്ടുള്ള പവലിയൻ ഇന്ത്യ, പാകിസ്ഥാൻ, ജപ്പാൻ, ചൈന, ആഫ്രിക്ക. ഇത്തവണയും അവിടെയൊക്കെ തന്നെയാണ് പോയത്. വലിയ പവലിയനായിട്ട് കാണുന്നത് ഇന്ത്യൻ പവലിയൻ തന്നെയാണ്. ഞങ്ങളിവിടെ വന്ന സമയത്തൊക്കെ ഇന്ത്യൻ പവലിയനകത്ത് പോകുമ്പോൾ ഒന്നും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് ഷോപ്സും അതിനകത്ത് അധികം ആൾക്കാരൊന്നും കയറാറുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, നിറയെ ഷോപ്സും ഉണ്ട്. ഒരുപാട് ആൾക്കാർ ഇന്ത്യൻ പവലിയനിലേക്ക് കയറുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടുതലും ക്ലോത്ത്സും പിന്നെ ജ്വല്ലറീസ് അങ്ങനത്തെ സാധനങ്ങളാണ് അവിടെ വിൽക്കുന്നത് കാണുന്നത്. ഈ ഒരു ഏരിയയാണ് 2024 ഒരു പുതിയതായിട്ടുള്ള മാറ്റം വന്നിട്ടുള്ളത്. ഇതിലൂടെ നമുക്ക് ബോട്ടിങ്ങും ഉണ്ട്. ഇതിൽ ലേസർ ലേശവും നടക്കുന്നുണ്ട്. ഇത് നമ്മളുടെ രാത്രിയിലുള്ള ക്രിസ്മസ് ട്രീയുടെ വ്യൂ ആണ്. ഞങ്ങൾ വന്നത് വേറെ വഴിക്കായത് കാരണം ഇത് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ച് നമ്മൾ അവിടെ നിന്ന് മടങ്ങി. നമ്മളെ എൻട്രൻസിൻ്റെ അവിടെയുള്ള റൂഫാണ്. ഒരു പ്രത്യേക തരത്തിലുള്ള ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റും നല്ല ഭംഗിയായിട്ടുള്ള ഒരു വിഷ്വലും ഇവിടെ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഗ്ലോബൽ വില്ലേജ് വിശേഷങ്ങൾ. ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.